Hello friends, welcome back to my channel SSA Cooking World. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വാഴക്കപ്പത്തിരിയുടെ റെസിപ്പിയാണ് കേട്ടോ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ, നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. മലബാറിലെ തട്ടുകടയിലെ ചില്ലുകൊട്ടിയിലെ അടിപൊളിയായിട്ട് എപ്പോഴും കാണപ്പെടുന്നുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. പഴുത്ത് കറുത്ത 2 നേന്ത്രപ്പഴമാണ് ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ് ഇത്. അപ്പോൾ ഈ ഒരു പഴത്തിനെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 കപ്പ് മൈദപ്പൊടിയിൽ ഓൾ പർപ്പസ് ഫ്ലോറും 1/4 കപ്പ് റൈസ് പൊടിയിൽ പത്തിരിപ്പൊടി, നൈസ് പത്തിരിൻ്റെ പൊടി, പച്ചരിപ്പൊടി അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 കപ്പ് ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇതിന് പകരം നമ്മൾക്ക് ശർക്കര വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഒരു കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പിന് മേലെ വെള്ളം വേണ്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. നമ്മൾ സാധാരണ നെയ്യപ്പത്തിനൊക്കെ ഉണ്ടാക്കുന്ന ബാറ്ററി ഇല്ലേ, അത്രയ്ക്കും കട്ടിയായിരിക്കണം കേട്ടോ. നല്ലോണം ലൂസാവാനും പാടില്ല, നല്ലോണം തിക്കാവാനും പാടില്ല. ബാക്കിയുള്ള ഒരു പഴത്തിനെയാണ് കേട്ടോ ഞാൻ അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് 1 നുള്ള് ബേക്കിംഗ് സോഡ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാന്ന്, പിന്നെ എള്ളിൽ കറുത്ത എള്ള് അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ആ പഴം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കയ്യിൽ ഏലക്കപ്പൊടി ഇല്ലെങ്കിൽ ഏലക്ക തന്നെ അരക്കുന്ന ടൈമില്ലേ, നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കുന്ന ടൈമിൽ മിക്സിയിൽ ആദ്യം ആ ടൈമിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇത് ഫുള്ളും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ കഴിക്കുമ്പോഴത്തേനും നമ്മൾ പഴംപൊരിൻ്റെ ഒക്കെ ടേസ്റ്റില്ലേ, ആ ടേസ്റ്റ് തന്നെ അതിനും കാട്ടി നല്ല ടേസ്റ്റ് ഉണ്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഇത് ഒരു തവണയെങ്കിലും ഉണ്ടാക്കാത്തവർ ഇതുവരെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കിയിട്ട് നോക്ക്. നിങ്ങൾക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് കൂടിയാണ്. എളുപ്പത്തിൽ ഈസി ആയിട്ടല്ലേ ഇത് നമ്മൾ ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി ഞാൻ ഇരുമ്പിൻ്റെയാണ് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അത് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു തവി ഈ മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലോണം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പാടില്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം ഇത് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിലാകുമ്പോൾ മേലൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും, അകത്തോട്ടും വെന്തിട്ടും ഉണ്ടാവില്ല. അങ്ങനെ ഒന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ വേവിച്ചെടുക്കുന്നുള്ളത്. ഇതാ ഒരു സൈഡ് മൊരിഞ്ഞ് വന്നതിന് ശേഷം മറ്റേ സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ആ സൈഡും മൊരിഞ്ഞ് വന്നതിന് ശേഷം വീണ്ടും അതുപോലെ തന്നെ 2 സൈഡും നല്ല കളറാവുന്നത് വരെ നമുക്ക് ഇതിനെ വേവിച്ചെടുക്കാം കേട്ടോ. വേവിച്ചിട്ട് നല്ല പോലെ എടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ തന്നെ ഞാൻ രണ്ടാമതും വീണ്ടും ഞാൻ ഒഴിച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ. എന്താ പഴത്തോട് കൂടി തന്നെ വേണം നമ്മൾ ഓരോ മാവ് ഓരോ തവയും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഫ്രൈ പാനിലും ഒഴിച്ചു കൊടുക്കാം. 2-3 ഒരേ ടൈമിൽ ആയി കിട്ടും. ഇത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇതുപോലെ തന്നെ ചെയ്തെടുത്തതേ ഉള്ളൂ. ഇതാ നമ്മളുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള വാഴക്കപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പഴം പത്തിരി എന്നൊക്കെ പറയും. അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെ. ചൂടോടെ കഴിക്കുമ്പോൾ ഈ തണുപ്പത്ത് നല്ല കട്ടൻ ചായയുടെ കൂടെ നല്ല ചൂടോടെ കഴിക്കാൻ വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും ഇത് ഒരു തവണ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കിയിട്ട് നോക്ക്. സെയിൽ ചെയ്യാനും ബെസ്റ്റ് റെസിപ്പി തന്നെയാണ്. പഴംപൊരിക്ക് പകരം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പഴം പത്തിരി ഉണ്ടാക്കി കൊടുത്ത് നോക്ക്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ഇത് നമ്മൾക്ക് കാണുമ്പോഴത്തേന് നെയ്യപ്പത്തിൻ്റെയൊക്കെ ഒരു ടെക്സ്ചർ ആയിരിക്കും, പക്ഷേ ഇത് കഴിക്കാൻ നല്ല സോഫ്റ്റും നല്ല ക്രിസ്പിയും ആയിട്ടുണ്ട്. പുറമെ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റും ആയിട്ട് നല്ല പഴംപൊരിന്ന് പറയാൻ പറ്റില്ല, അതിനും കാട്ടി നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഇതിന് കിട്ടുന്നുള്ളത്. അപ്പോൾ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ റെസിപ്പി നിങ്ങളും കൂടി ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ
പഴുത്ത് കറുത്ത പഴം വീട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പോഴാണെങ്കിലും ആർക്കും അറിയില്ല ഇതെങ്ങനെ ഉണ്ടാക്കിയെന്നും അത്രയ്ക്കും ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ് ഇത്. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ. പഴം കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഞാൻ ഇതിനു മുമ്പും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി ഒന്ന് കണ്ടു നോക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പീസ് കൂടിയാണ് അതൊക്കെ. ഒരുപാട് ദിവസമായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇനിയും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ റെസിപ്പീസുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും ഇൻഷാ അല്ലാ. ഇനിയും ഒരുപാട് പുതിയ വീഡിയോസുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.